ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു സെറാമിക് കോട്ടിങ്ങിൻ്റെ ലിക്വിഡ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. സൂപ്പർ സെറാമിക് കോട്ടിങ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് 2 മാസം നമ്മളെ നിസാൻ മാഗ്നറ്റിൽ നമ്മൾ ഉപയോഗിച്ചതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു 4 വാഷുകളൊക്കെ വണ്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എപ്പോഴും അതിൻ്റെ ഒരു ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സൂപ്പർ പ്രൊഡക്റ്റാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ വരുന്നതെന്ന് നോക്കാം. ഇതൊരു ഇൻസ്ട്രക്ഷൻ, പിന്നെ ഇത് മൈക്രോ ഫൈബർ ക്ലോത്ത്, പിന്നെ ഇത് ആപ്ലിക്കറാട്ടോ. ഇതിൽ യൂസ് ചെയ്യാനുള്ളൊരു ക്ലോത്താണ്. പിന്നെ ഗ്ലൗസ് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ 30 മില്ലിൻ്റെ 2 ലിക്വിഡ് ഉണ്ട്. അതൊന്ന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മാനുവൽ ഇതിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്. സിമ്പിളാണ്. ആദ്യം നല്ലോണം വണ്ടി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം പോളിഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. മൊത്തം നമ്മൾ പോളിഷ് ചെയ്തെങ്കിൽ ഞാൻ വാവക്സിൻ്റെ പോളിഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആപ്ലിക്കർ ഞാൻ 2 കോട്ടിങ് ഡബിൾ കോട്ടിങ്ങാണ് ഇട്ട്. ഫസ്റ്റ് ഒരു കോട്ടിങ് ഇട്ട് ഒരു 1 ഹവറിന് ശേഷം രണ്ടാമതൊരു കോട്ടിങ് ഇട്ട്. ഇതിൽ കമ്പനി പറയുന്നത് വെച്ചാൽ ഒരു XUV ടൈപ്പ് വണ്ടിക്കൊക്കെ 2 ബോട്ടിലോളം വേണ്ടി വരുന്നതാണ്. പക്ഷേ നമുക്കൊരു ബോട്ടിലിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഒരു ബോട്ടിൽ ബാക്കിയാണ്. ഒരു ബോട്ടിലിന് 1400 രൂപയാണ് വില വരുന്നത്. 2 ബോട്ടിലെടുത്തപ്പോൾ ഓഫറായിട്ട് 2200 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് സെറാമിക് കോട്ടിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു പ്രൊഡക്റ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങാം, മോശമായി പോകില്ല കേട്ടോ. ഇതെങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഇതിൻ്റെ മാനുവലിൽ ഉണ്ട് കേട്ടോ. ഇൻസ്ട്രക്ഷൻ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. അല്ലേ, നമ്മളാദ്യം ആ സ്പോഞ്ച് യൂസ് ചെയ്ത് അതിൻ്റെ ക്ലോത്തും യൂസ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 10-12 ഡ്രോപ്പ് യൂസ് ചെയ്യുക. അതിനുശേഷം വണ്ടിയിൽ അതിലെ കാണിച്ച മെത്തേഡിൽ താഴോട്ടും മേലോട്ടും എന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 3 മിനിറ്റിന് ശേഷം നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നല്ലോണം റൗണ്ട് ഷേപ്പിൽ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അതോടെ നമ്മൾ പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ നമുക്ക് രണ്ടാമത്തെ കോട്ടിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിന് ശേഷം വീണ്ടും അതേ പ്രോസസ്സ് തന്നെ ഒന്നും കൂടി തുടരുക. ഓക്കെ, ഇത് നമ്മൾ അതിൻ്റെ ലിക്വിഡ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളെവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ ഈ ഒരു മെത്തേഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു പോർഷൻ ബേസ് ആയിട്ട് ചെയ്യുക കേട്ടോ. ഒന്നായിട്ട് ചെയ്യരുത്, നമ്മൾ ചെറിയ പീസായിട്ട് ചെയ്തു പോരുക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. 3 മിനിറ്റിന് ശേഷം നമ്മൾ ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ള മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ വൈപ്പ് ചെയ്തെടുക്കുക. അത് തന്നെ നമ്മൾ ഈ ഗ്ലാസ്സിലൊന്ന് അപ്ലൈ ചെയ്യേണ്ട. ജസ്റ്റ് നമ്മൾ എവിടെയൊക്കെ അത് യൂസ് ചെയ്യാന്നുള്ളൊരു ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരാം. കുറഞ്ഞ പോർഷൻ നമ്മൾ ഗ്ലാസ്സിൽ ഞാൻ ആദ്യം അപ്ലൈ ചെയ്തിരുന്നു. ജസ്റ്റ് ഒന്ന് സിംഗിൾ കോട്ടിങ് ചെയ്തിട്ടുള്ളൂ ഞാൻ. അപ്പോൾ റിസൾട്ട് ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ നല്ലതായിട്ട് ചെയ്യണം ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ചെറിയ പോർഷൻ ആദ്യം കാണിച്ചു തരാം. നമുക്കൊന്ന് വൈപ്പ് ചെയ്ത് മാറ്റാം. ഇത് ചെയ്തതിന് ശേഷം ഫസ്റ്റ് വൈപ്പർ ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം അടിച്ചെടുത്തതിന് ശേഷം വൈപ്പർ ഇടാം, മറ്റേ ഡ്രൈ ആയിരിക്കും ഗ്ലാസ്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ബോണറ്റിൻ്റെ ഒരു സൈഡിലും ആക്കിയിട്ടുണ്ട്, ഗ്ലാസിൻ്റെ ഈ എടുത്ത സൈഡിലും ആക്കിയിട്ടുണ്ട്.
അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ. ഇതാ ഇതിപ്പോൾ ഞാൻ മൊത്തം ഓൾറെഡി കുറച്ച് മുന്നേ മൊത്തം ചെയ്തതാണ്, വണ്ടി മൊത്തം ചെയ്തതാണ് അല്ലേ. അത് 4 മാസങ്ങൾക്ക് അല്ല 2 മാസങ്ങൾക്ക് മുമ്പ് ചെയ്താട്ടോ ഇതൊക്കെ അല്ലേ. ആ ഒരു എഫക്റ്റ് ഇപ്പോഴും ഉണ്ട് വണ്ടിമേൽ, നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല അല്ലേ. എല്ലാം പറ്റും. അപ്പോൾ ഗ്ലാസ്സിൽ ഡൗട്ടുള്ള ഒരു ഗ്ലാസ് കാണിച്ചിരതാ അല്ലേ. വണ്ടി വെള്ളം നിൽക്കുന്നുണ്ടല്ല, വെള്ളം ഊർന്ന് പോകുന്നുണ്ടല്ലേ. നമ്മൾ സിംഗിൾ കോട്ടിങ്ങേ ചെയ്തുള്ളൂ, നമുക്ക് ഡബിൾ കോട്ടിങ് ചെയ്താൽ ഒന്നും കൂടി നല്ല കറക്റ്റ് എഫക്റ്റ് കിട്ടും കേട്ടോ അല്ലേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങാം. സ്വന്തമായിട്ട് സെറാമിക് കോട്ടിങ് ചെറിയൊരു കുറച്ച് ടൈം വേണം കേട്ടോ, ക്ഷമയുള്ളവർക്ക് വാങ്ങിയാൽ മതി. ഒരു 2 hours ടൈം എടുത്തിട്ടുണ്ട് ഞാൻ മൊത്തം ചെയ്ത് തീർക്കാൻ. അപ്പോൾ കുറച്ച് ടൈമൊക്കെ ഉള്ളവർക്ക് എടുത്തിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 10,000-15,000 രൂപ എടുത്തോളം നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് 2,400 രൂപ രണ്ട് ബോട്ടിലാട്ടോ. ഒരു ബോട്ടിൽ വാങ്ങുകയാണെങ്കിൽ 1,400 രൂപയാവും. ഒരു ബോട്ടിലൊക്കെ മതി ഈ ഒരു വലുപ്പത്തുള്ള വണ്ടിയൊക്കെ ചെയ്യാൻ, നമുക്കൊരു ബോട്ടിൽ തന്നെ ധാരാളമാണ്. ഒറ്റ ബോട്ടിൽ നമ്മൾ ഡബിൾ കോട്ടിങ് ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ 2 കോട്ടിങ് ഫുള്ള് വണ്ടി മൊത്തം തേച്ച് ചെയ്താണ്. എന്നിട്ട് നമുക്ക് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല റിസൾട്ടാണ്, നല്ല റിസൾട്ട് ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 4-5 പ്രാവശ്യം ഞാൻ വണ്ടി വാഷ് ചെയ്തിട്ടുണ്ട്, മഴക്കാലമല്ലേ. അപ്പം നല്ലപോലെ ഞാൻ വണ്ടി വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ എഫക്റ്റ് ഇപ്പോഴും അതിന്മേൽ തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, താല്പര്യമുള്ളവരൊക്കെ വാങ്ങുക, കൂടുതൽ ക്യാഷ് കൊടുക്കാതെ നമുക്ക് ഞാൻ ഇതിന് മുമ്പ് ഷൈൻ എക്സ്പ്രോൻ്റെ വാങ്ങിയിരുന്നു, ആ സ്പ്രേ ബോട്ടിൽ. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ, അതൊക്കെ ജസ്റ്റ് യൂസിങ് മാത്രമേ. അടിക്കുമ്പോഴുള്ളൊരു ഗ്ലേസിങ് എന്നല്ലാണ്ട് പിന്നെ വാഷ് ചെയ്യുമ്പോഴൊക്കെ പോകുന്നുണ്ട്, കോട്ടിങ്ങൊക്കെ പോകുന്നുണ്ട്. അതിലൊക്കെ എത്ര ബെറ്ററാണ് നമുക്ക് ഇപ്പോൾ സൂപ്പർ സെറാമിക് കോട്ടിങ് എന്ന് പറഞ്ഞാൽ ഇത് വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, പ്രൊഡക്റ്റ് മറന്നുകൊണ്ടാണ് സൂപ്പർ സെറാമിക് കോട്ടിങ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വാങ്ങുക, ഉപയോഗിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം, അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.